ഏയ്, ഒരു കുഞ്ഞു കാര്യം പറയട്ടെ. നിങ്ങളിത് മുഴുവനായി കേൾക്കുമല്ലോ. ഒരു ധനികനായ വ്യക്തി രാവിലെ എണീറ്റ് അതിരാവിലെ എണീറ്റ് നടക്കാൻ പോവാണ്. അദ്ദേഹം ഇങ്ങനെ നടന്ന് 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 പോയി പോയി ഒരു കടലിൻ്റെ അടുത്തെത്തി. കടലിൻ്റെ അടുത്തെത്തിയപ്പോഴോ നല്ല തിരമാല. സാധാരണ അദ്ദേഹം നടക്കാൻ പോകുന്നതാണ്, അധികം ദിവസം അതിലൂടെ പാസ് ചെയ്യുന്നതാണ്. പക്ഷേ എന്തെന്നില്ലാത്ത തിരമാലയാണ് അന്ന് സംഭവിക്കുന്നത്. അങ്ങനെ തിരമാലകൾ ഇങ്ങനെ എന്താ പറയുക, കരയിലേക്ക് ഇട്ട് ആഞ്ഞടിക്കുന്നുണ്ട്. അതുപോലെ എന്ത് ചെയ്യുന്നു, മണൽ എടുത്തിട്ട് അങ്ങനെ ഉള്ളിലോട്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഇദ്ദേഹം നിന്നിങ്ങനെ കാണുകയാണ്. അപ്പോൾ ഇദ്ദേഹം കുറച്ചങ്ങോട്ട് മാറി നിന്നിട്ട് ഇതിങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്താ ഇപ്പോൾ കടലിനിപ്പോൾ എന്താ പറ്റി, ഇന്നെന്താ ഇപ്പോൾ സംഭവിച്ചു അതായത് ഇങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് കുറച്ച് ദൂരെ ഒരു വഞ്ചിയിൽ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. ഒരു വഞ്ചിയിൽ അദ്ദേഹം എന്ത് പറയുക, ഈ കടലിങ്ങനെ ശോഭിച്ച്, അതായത് പാറക്കെട്ടുകളുടെ ഇടയിൽ കൂടെ വളരെയധികം ശബ്ദമാണ്, വെള്ളം ഇങ്ങനെ അടിച്ചിട്ടുണ്ടാകും. അങ്ങനെ കുറച്ചകലെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അപ്പോൾ അദ്ദേഹം വിളിക്കുകയാണ്, ഹലോ, നിങ്ങൾ നല്ല തിരമാല കാണുന്നില്ലേ, ഇങ്ങോട്ട് വരൂ, നിങ്ങളെന്ത് ചെയ്യുന്നു, നിങ്ങളുടെ ജീവിതം അപകടത്തിലായിരിക്കും, അപകടത്തിലാണ്, നിങ്ങളെന്ത് ചെയ്തു ഇങ്ങോട്ടേക്ക് വരൂ എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം ധനികനായിട്ടുള്ള വ്യക്തി എന്ത് ചെയ്യുന്നു, ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ധനികനായിട്ടുള്ള വ്യക്തി ഈ ചെറുപ്പക്കാരൻ്റെ അടുത്ത് പറഞ്ഞ സമയത്ത്, അല്ല കുഴപ്പമില്ല, അപ്പോൾ ആളവിടുന്ന് പറയുന്നത്, കുഴപ്പമില്ല, ഞാൻ മീൻ പിടിക്കാൻ ഇറങ്ങിയതാണ്, ഞാൻ എന്ത് ചെയ്യുന്നു ഉൾക്കടലിലേക്ക് പോവുകയാണ്, മീൻ പിടിക്കാൻ ഇറങ്ങിയതാണ്, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഇങ്ങോട്ടേക്ക് വരൂ, നിങ്ങൾ എന്ത് ചെയ്യുന്നു അങ്ങോട്ടേക്ക് പോകല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പണക്കാരനായിട്ടുള്ള വ്യക്തി എന്ത് ചെയ്യുന്നു, നല്ല കാര്യങ്ങൾ, നല്ല എന്താ പറയുക, സ്വഭാവത്തോട് കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം അപകടത്തിലാവരുത് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു, നല്ല ഉപദേശം കൊടുക്കുന്നുണ്ട്. അദ്ദേഹം എന്ത് ചെയ്യുന്നു, അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്നിവിടെ വരുന്ന ആളാണ്, കുഴപ്പമില്ല, ഞാൻ ഇന്ന് മീൻ പിടിക്കാൻ പോകുന്ന ആളാണ് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഇദ്ദേഹത്തോട് സംസാരിക്കാൻ വേണ്ടി തോണിയിട്ട് ഒരു പറഞ്ഞതല്ലേ, ആ പറഞ്ഞു എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു, അദ്ദേഹം തോണിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നു, കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത്, നിങ്ങൾ എന്തിനാണ് ഒറ്റയ്ക്ക് എന്ത് ചെയ്യുന്നു ഈ സമയത്ത് പോകുന്നത്, നിങ്ങൾ ഒറ്റയ്ക്കേ ഉള്ളൂ ചോദിച്ചു ആദ്യം. അതെ, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ പറഞ്ഞു. അപ്പോൾ എന്തിനാണ് നിങ്ങൾ, അപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ആരുമില്ല, ഇല്ല കൂടെ ആരുമില്ല, അപ്പോൾ അച്ഛനെ കൂടെ പറഞ്ഞു. ഇല്ല, അച്ഛൻ മരിച്ചു പോയി കാരണം. അപ്പോൾ അച്ഛൻ ഇങ്ങനെ മരിച്ചു ചോദിച്ചു. അച്ഛൻ മരിച്ചത് എന്താ പറയുക, കടലിൽ മീൻ പിടിക്കാൻ പോയ സമയത്ത് ഇതേപോലെ വഞ്ചി മുങ്ങി മരിച്ചതാണ് കാരണം. അയ്യോ, കഷ്ടത്തിലായല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ഭയമില്ല ചോദിച്ചു. അല്ല, എനിക്ക് ഭയമില്ല, ഒട്ടും ഭയമില്ല കാരണം. അപ്പോൾ നിങ്ങളുടെ ജീവിതം അപകടത്തിലാവില്ല ചോദിച്ചു. ഇല്ല, നിങ്ങൾക്ക് മരണഭയമില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന സമയത്ത്, ഇല്ല, എനിക്ക് മരണഭയം ഒന്നുമില്ല, നിങ്ങളുടെ അച്ഛൻ അങ്ങനെ മരിച്ചതല്ലേ, അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവില്ലേ. അപ്പോൾ നിങ്ങളുടെ മുത്തച്ഛൻ ഉണ്ടാവുമല്ലോ, മുത്തച്ഛനെ നിങ്ങൾക്ക് കൂട്ടിക്കൂടെ, ആരെങ്കിലും കൂട്ടിക്കൂടെ പറഞ്ഞത്, പ്രായമായ വലിയ എന്താ പറയുക, വലിയ ആരോഗ്യപരമായ വിഷയങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മുത്തച്ഛനും അതുപോലെ എൻ്റെ മുത്തച്ഛൻ്റെ കൂടെ 4 ആൾക്കാരും ഉണ്ടായിരുന്നു. അവരെന്ത് ചെയ്യുന്നു, വഞ്ചിയിൽ മീൻ പിടിക്കാൻ പോകുന്ന സമയത്ത് അവർ മുങ്ങി മരിച്ച 4 ആൾക്കാർ മരിച്ചു പറഞ്ഞു അദ്ദേഹം. അതായത് ഈ പാവപ്പെട്ട ആള് ഈ നടക്കാൻ പോകുന്ന പണക്കാരൻ്റെ അടുത്ത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ ജീവിതം അപകടത്തിലാണ് കേട്ടോ, നിങ്ങൾ കരക്കിലേക്ക് വരും, നിങ്ങളുടെ ജീവിതം അപകടത്തിലാണ്, നിങ്ങൾക്ക് മരണഭയമില്ല ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇല്ല, എനിക്ക് മരണഭയമില്ല, എനിക്കെന്ത് ചെയ്യുന്നു, എനിക്ക് ബാക്കി എന്ത് ചെയ്യുന്നു, എൻ്റെ 3 പെങ്ങന്മാരുണ്ട്, അതുപോലെ എൻ്റെ അമ്മയും വീട്ടിലുണ്ട്, അവർക്ക് എന്താ പറയുക, ഉപജീവന മാർഗ്ഗം ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ അധ്വാനിച്ചാലേ അവർക്ക് എന്ത് ചെയ്യുന്നു, അവരുടെ ജീവിതം സുഖപരമായിട്ട് നടക്കുള്ളൂ, അല്ലെങ്കിൽ അവരുടെ ജീവിതം സുഖപരമായിട്ട് നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്താ പറയുക, ഇദ്ദേഹം ഇങ്ങനെ മരണത്തെ പറ്റി പറയണം, മരണഭയമില്ല, അങ്ങനെ മരിച്ചു പോകും, ഇങ്ങനെ മരിച്ചു പോകും, അങ്ങോട്ട് പോയാൽ ഇങ്ങനെ മരിക്കും, അങ്ങനെ മരിക്കും എന്ന് പറഞ്ഞാൽ ഈ പണക്കാരൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതിങ്ങനെ കേട്ട് 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 ഈ ചെറുപ്പക്കാരൻ എന്ത് ചെയ്യുന്നു, വളരെയധികം എന്താ പറയുക, ഒരു ബുദ്ധിമുട്ട് മീൻസ് ഇയാൾ രാവിലെ തന്നെ വന്നിട്ട് ഈ മരണത്തെ പറ്റി മാത്രം പറയാനേ ഉള്ളൂ. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, അച്ഛൻ ചോദിച്ചു, അതായത് ഈ പണക്കാരൻ്റെ അടുത്ത്. ഇല്ല, എൻ്റെ അച്ഛൻ എന്ത് ചെയ്യുന്നു, മരിച്ചു പോയി കാരണം, എൻ്റെ അച്ഛൻ മരിച്ചു പോയി കാരണം. അപ്പോൾ നിങ്ങളെ അച്ഛൻ എന്ത് ചെയ്യുന്നു, കട്ടിൽ കിടന്നിട്ടായിരിക്കുമല്ലോ, നല്ല പണക്കാരനല്ലേ, അപ്പോൾ കട്ടിൽ കിടന്നിട്ടായിരിക്കും മരിച്ചിട്ടുണ്ടായിരിക്കല്ലേ കാരണം. അതെ, എൻ്റെ അച്ഛൻ എന്ത് ചെയ്യുന്നു, കട്ടിൽ കിടന്നിട്ടാണ് മരിച്ചതെന്ന് പറഞ്ഞത്. ആ കട്ടിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടോ ചോദിച്ചു. അത് ഉപയോഗിക്കുന്നുണ്ട്, അതായത് അത് എൻ്റെ മോന് ഉപയോഗിക്കുന്നുണ്ട് കാരണം. മോൻ ഉപയോഗിക്കുന്നുണ്ടോ ചോദിച്ചു. എൻ്റെ മോൻ ഉപയോഗിക്കുന്നുണ്ട് കാരണം. അപ്പോൾ നിങ്ങളെ അച്ഛൻ എന്ത് ചെയ്യുന്നു, കിടന്ന കട്ടിൽ, അതായത് മരിച്ച കട്ടിലല്ലേ, അതായത് കിടന്ന് മരിച്ച കട്ടിലല്ലേ, അപ്പോൾ നിങ്ങൾ മോന് മരിച്ചു പോയില്ലോ ചോദിച്ചു. മീൻസ് ഈ കടലിൽ എന്ത് ചെയ്യുന്നു, മീൻ പിടിക്കാൻ പോയാൽ മരിച്ചു പോകുന്നു, രാവിലെ നെഗറ്റീവ് അടിച്ചില്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് അങ്ങോട്ട് പറയണം, നിങ്ങളെ മോൻ എന്ത് ചെയ്യുന്നു, അതിൽ അച്ഛൻ മരിച്ച കട്ടിൽ കിടക്കുമ്പോൾ മോൻ മരിച്ചു പോയില്ലോ ചോദിച്ചു. ഇല്ലല്ലല്ല, അത് സംഭവിക്കില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങളെ മുത്തച്ഛന് ചോദിച്ചു, മീൻസ് ഈ പണക്കാരൻ്റെ അടുത്ത് ഈ പാവപ്പെട്ടൻ ചോദിച്ചു, നിങ്ങളെ മുത്തച്ഛന് ചോദിച്ചു. മുത്തച്ഛൻ മരിച്ചിട്ട് ഏകദേശം കുറച്ച് വർഷങ്ങളായി കാരണം. അപ്പോൾ മുത്തച്ഛൻ കടന്നിരുന്ന കട്ടിൽ ഇപ്പോൾ ഉപയോഗിക്കുക, അതിൽ ഞാൻ കിടക്കുന്നുണ്ട് കാരണം. നിങ്ങളെ മുത്തച്ഛൻ കടന്ന് മരിച്ച ആ കട്ടിലെന്ത് നിങ്ങൾ കടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മരിക്കില്ല ചോദിച്ചു.
മീൻസ് നിങ്ങൾ മരിക്കില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ ചിന്തകൾ, അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു എന്ത്, അത് കട്ടിലും അതുപോലെ എന്ത് ചെയ്യുന്നു, അതുപോലെ നമ്മുടെ എന്ത് ചെയ്യുന്നു, കടലും തമ്മിൽ ഒരുപാട് വ്യത്യാസം ചോദിച്ചു. കട്ടിലും എന്ത് ചെയ്തു, കട്ടിലും തന്നെ അവർ കടന്ന് മരിച്ചതല്ലേ, അതായത് എന്താ പറയുക, കടലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് അപകടം സംഭവിക്കാൻ സാധ്യതയില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞേ, അപ്പോൾ പണക്കാരനായാലും ദരിദ്രനായാലും വലിയ കുടിലായാലും ദരിദ്രനായാലും എല്ലാവർക്കും മരണമുണ്ട്. അതായത് ഈ പാവപ്പെട്ടൻ പറയാണ്, പണക്കാരൻ്റെ അടുത്ത് പറയാണ്, അതായത് പണക്കാരനായാലും ദരിദ്രനായാലും വലിയ കുടുംബത്തിലുള്ളവനായാലും വലിയ വലിയ മാളികയിൽ ജീവിക്കുന്നവനാണെങ്കിലും ചെറിയ കുടിലിൽ താമസിക്കുന്നവനാണെങ്കിലും മരണമുണ്ട് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അത് ഏത് നിമിഷവും നമ്മെ തേടി വന്നേക്കാം. അതുകൊണ്ട് നമ്മൾ മരണം വരും എന്നുള്ള രീതിയിൽ നമ്മളൊന്നും ചെയ്യാതിരിക്കരുത്. ചിലപ്പം സംഭവിക്കും. അതുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക, ഊർജ്ജസ്വലമായിട്ട് നമ്മൾ പ്രവർത്തിക്കുക. നമ്മുടെ കഴിവ് എന്താണോ ആ കഴിവ് നമ്മൾ പുറത്തെടുക്കുക. അതായത് അത് മുൻകൂട്ടി നമ്മൾ മരിച്ചു പോകുമോ, അല്ലെങ്കിൽ മുൻകൂട്ടി നമ്മൾ അതിലേക്ക് നമുക്കെന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്ന് ചിന്തിച്ച് നമ്മൾ എന്തെങ്കിലും പ്രവർത്തിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പട്ടിണിയായി, നമ്മൾ പ്രാരാബ്ധം നിറഞ്ഞ്, അല്ലെങ്കിൽ നമ്മളെ ആരും സഹായിക്കാനോ നമ്മളെ ആരും എന്താ പറയുക തിരിഞ്ഞു നോക്കാനൊന്നും ഉണ്ടായിരിക്കില്ല. നമുക്ക് വേണമെങ്കിൽ നമ്മൾ അധ്വാനിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അധ്വാനിച്ച് കിട്ടുന്ന സമ്പാദ്യത്തിൽ നിന്നും നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അതിന്ന് കിട്ടുന്ന സന്തോഷം എന്നത് നമുക്ക് വേറെ എന്ത് തന്നെ നമുക്ക് കിട്ടിയാലും നമുക്ക് അത്ര സന്തോഷം വേറെ ഒന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ ഏറ്റവും വലിയ സന്തോഷമാണ്. അപ്പോൾ ഈ പാവപ്പെട്ടവൻ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയുന്നത്, പണക്കാരനായാലും പാവപ്പെട്ടവനാണെങ്കിലും വലിയ മാളികയിൽ താമസിക്കുന്ന ആളാണെങ്കിലും കുടിലിൽ താമസിക്കുന്ന ആൾ എല്ലാവർക്കും മരണമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, അതായത് അച്ചച്ചൻ എന്ത് ചെയ്യുന്നു, കടന്ന് മരിച്ച കട്ടിലിൽ ഉപയോഗിക്കുക. അതായത് അച്ഛൻ കിടന്ന് എന്ത് ചെയ്യുന്നു, മരിച്ച കട്ടിൽ ഉപയോഗിക്കുക. പക്ഷെ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, കടലിലേക്ക് എന്ത് ചെയ്യുന്നു, യാത്ര ചെയ്യാൻ പാടില്ല, ജോലി ചെയ്യാൻ പാടില്ല എന്നുള്ള നെഗറ്റീവ് ഒരു എനർജിയാണ് അദ്ദേഹം അവിടെ കൊടുത്തത്. അപ്പോൾ അദ്ദേഹം കൊടുത്ത നെഗറ്റീവ് എനർജി എന്ത് ചെയ്യുന്നത് അദ്ദേഹത്തിന് തന്നെ തിരിച്ചു കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ ജീവിതത്തിൽ ഏതൊരു എന്താ പറയുക കാര്യത്തെയും നമ്മൾ നോക്കി കാണുന്നത് പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അതായത് മരിക്കുമോ, അല്ലെങ്കിൽ എനിക്കത് നെഗറ്റീവായിട്ട് സംഭവിക്കുമോ, ഞാനത് ചെയ്ത് കഴിഞ്ഞാൽ അത് തോറ്റു പോകുമോ, പരാജയപ്പെടുമോ, എനിക്ക് നിരാശ അനുഭവിക്കേണ്ടി വരുമോ എന്നതൊന്നല്ല ചിന്തിക്കേണ്ടത് കേട്ടോ. ബി പോസിറ്റീവായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. മരണം പിന്നെ അത് നമ്മളെന്ത് ചെയ്യുന്നു, മുൻകൂട്ടി നിശ്ചയിക്കുന്ന കാര്യമൊന്നുമല്ല. നമ്മൾ എന്ത് ജോലിയാണെങ്കിലും അത് കൃത്യനിഷ്ഠയോട് കൂടി, കൃത്യതയോട് കൂടി, ശാന്തതയോട് കൂടി നമ്മൾ എന്താ പറയുക നോക്കിക്കാണണം. അതിന് ഏതൊരു പ്രവൃത്തി, ഏതൊരു ജോലിയാണെങ്കിലും അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയെ നമ്മൾ സംഭവിക്കുള്ളൂ. എത്രക്കാർക്ക്? പ്രവർത്തിക്കുന്നവർക്ക്. അല്ലാത്തവർക്ക് യാതൊരു വിധത്തിലും ഉയർച്ച സംഭവിക്കില്ല. അസുഖങ്ങൾ വന്നു തുടങ്ങി അവരെന്ത് ചെയ്യുന്നു, ആ അസുഖവുമായി അവരുടെ ജീവിതം അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ കട്ടിലിൽ അങ്ങനെ തീരുമാനമാകും കേട്ടോ. അതുകൊണ്ട് ജീവിതത്തിൽ ഏത് രീതിയിൽ എടുക്കണം എന്നുള്ളത് നിങ്ങളോട് ചോദിക്കുക. എന്നിട്ട് നിങ്ങൾ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോയിട്ട് നല്ല ജീവിതം നയിക്കണം കേട്ടോ. അതുകൊണ്ട് നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ, പുതിയ എപ്പിസോഡുമായിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.